കഥയാണ് നരനാരായണ മഹർഷിമാരുടെ കഥ. അങ്ങനെ അപ്പോൾ നീ സുതലത്തിലേക്ക് പൊക്കോളൂ, അവിടെ എന്നെ ഭജിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ടാണ് 9-ാമത്തെ അധ്യായം സമർപ്പിച്ചത്. ഇനി 10-ാമത്തെ അധ്യായത്തിൽ ഈ നരനാരായണ മഹർഷിമാരെ എന്തുകൊണ്ടാണ് തപസ് വെടിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് തൽപരരായത്? അവർക്ക് കനകവും കാമിനിയൊന്നും അതിലൊന്നും അവർക്ക് മോഹമില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത്ര ഈ ക്രോധം അവർക്ക് ബാധിക്കണതെന്നാണ്. അപ്പോൾ കാമത്തേക്കാൾ അധികം ദോഷമുള്ളതാണ് ക്രോധം എന്നുള്ളതാണ്. കാമം ദഹന്തി കൃതിനോ എന്നൊരു രോഷദൃഷ്ടിയ രോഷം ദഹന്ത മുതത്തെ എന്ന് ദഹന്തി അസഖ്യം എന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയണത്. കാമത്തെ രോഷം കൊണ്ട് അടക്കാം, പക്ഷേ രോഷത്തെ ഒരിക്കലും അടക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ രോഷമാണ് ഏറ്റവും അധികം നമ്മളെ നശിപ്പിക്കുന്നത്. ആ രോഷത്തിന് അടിമയായിട്ടാണ് അവർ ഈ 100 ദിവ്യ സംവത്സരം യുദ്ധം ചെയ്തത്. ദുഃഖം മാത്രമേ യുദ്ധം കൊണ്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ക്രോധം കൊണ്ടാണ് അവർ ചെയ്തത് എന്ന് പ്രത്യേകം അടുത്ത അധ്യായത്തിൽ സൂചിപ്പിക്കണു. ആ അഹങ്കാരവും ക്രോധവും, അഹങ്കാരം പ്രത്യേകിച്ച് 3 തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തെക്കുറിച്ചും പറയണു. ഇപ്പോൾ കുറച്ച് അധ്യായങ്ങളായിട്ട് ഈ അഹങ്കാരവും ക്രോധവുമാണ് വിഷയം മുഴുവൻ. ഇതിൽ അഹങ്കാരം 3 തരമാണെന്ന് പറഞ്ഞ് സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഓരോന്നും ചെറുതായിട്ട് സൂചിപ്പിക്കണു. ഈ 7-ാമത്തെ മന്വന്തരത്തിൽ എന്നെ അഹങ്കാരം നിമിത്തം ഭഗവാൻ അനവധി അവതാരം എടുത്തിട്ടുണ്ട് വിഷ്ണു ഭഗവാൻ. അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ കഥകളുണ്ട് എന്ന് പറഞ്ഞിട്ട് 33-ാമത്തെ ശ്ലോകം മുതൽ ആ കഥകൾ ഭഗവാന്റെ അഹങ്കാരം നിമിത്തം ഭഗവാൻ അവതാരം എടുത്ത കഥകൾ ചിലതൊക്കെ ഒന്ന് സൂചിപ്പിക്കണം അടുത്ത അധ്യായത്തിൽ. മഹാദേവ്യൈ നമഃ. ദശമോധ്യായ ജന്മേ ജവാച സന്ദേഹോയം മഹാനത്ര പാരാശര്യകഥാനകേ നരനാരായണോ ശാന്തോ വൈഷ്ണവാംശോ തപോധനോ തീർത്ഥാശ്രമോ സത്വയുക്തോ വന്യാശനപരോ സദാ ധർമ്മപുത്രോ മഹാത്മാനോ താപസോ സത്യസംസ്ഥിതോ കഥമോ രാഗസമായുക്തോ ജാതോ യുദ്ധേ പരസ്പരം സംഗ്രാമം ചക്രതോ കസ്മാത് ത്യക്ത്വാ തപമനുത്തമം പ്രഹ്ലാദേന സമം പൂർണ്ണം ദിവ്യവർഷശതം കില ഹിത്വാ ശാന്തി സുഖം യുദ്ധം കൃതവന്തോ കഥം മുനി കഥം തൗ ചക്രതുർയുദ്ധം പ്രഹ്ലാദേന സമം മുനി കഥയസ്വ മഹാഭാഗ കാരണം വിഗ്രഹസ്യ വൈ കാമിനീ കനകം കാര്യം കാരണം വിഗ്രഹസ്യ വൈ യുദ്ധബുദ്ധി കഥം ജാത തയോശ്ച തദ്വിരക്തയോഃ തഥാവിധം തപസ്തപ്തം താഭ്യാം ചക്രേന ഹേതുന മോഹനാർത്ഥം സുഖഭോഗാർത്ഥം സ്വർഗാർത്ഥം വാ പരന്തപ കൃതമത്യൽക്കടം അത്യുൽക്കടം താഭ്യാം തപഃ സർവഫലപ്രദം മുനിഭ്യാം ശാന്തചിത്താഭ്യാം പ്രാപ്തം കിം ഫലമത്ഭുതം തപസാ പീഡിതോ ദേഹ സംഗ്രാമേണ പുനഃ പുനഃ ദിവ്യവർഷശതം പൂർണ്ണം ശ്രമേണ പരിപീഡിതോ ന രാജ്യാർത്ഥേ ധനേവാപി ന ദാരേഷു ഗൃഹേഷു ച കിമർത്ഥം തു കൃതം യുദ്ധം താഭ്യാം തേന മഹാത്മന നിരീഹ പുരുഷ കസ്മാത് പ്രകുര്യാത് യുദ്ധമീദൃശം ദുഃഖദം സർവദാ ദേഹേ ജാനൻ ധർമ്മം സനാതനം സുബുദ്ധി സുഖദാനീഹ കർമാണി കുരുതേ സദാ ന ദുഃഖദാനി ധർമ്മജ്ഞ സ്ഥിതിരേഷ സനാതനി ധർമ്മപുത്രോ നരേരംശൗ സർവജ്ഞോ സർവഭൂഷിതൗ നാരായണ കൃതവന്തൗ കഥം യുദ്ധം ദുഃഖം ധർമ്മവിനാശകം ത്യക്ത്വാ തഥാ സമാധീതം സുഖാരാമം മഹൽഫലം സയുഗം ദാരുണം കൃഷ്ണ നൈവമൂർഖോപി വാഞ്ചതി ശ്രുതോ മയാ യയാദിസ്തു ശതഃ സ്വർഗാൻ മഹീപതിഃ അഹങ്കാരഭവാൽ പാപാത് പാതിതഃ പൃഥ്വീതലേ യജ്ഞകൃദ്ദാനകർത്താ ച ധാർമ്മികഃ പൃഥ്വീപതിഃ ശബ്ദോച്ചാരണമാത്രേണ പാതിതോ വ്രജപാണിന അഹങ്കാരമൃതേ യുദ്ധം ന ഭാവത്യേവ നിശ്ചയഃ
കിം ബലഞ്ചാസ്യ യുദ്ധസ്യ മുനേഃ പുണ്യവിനാശനം. വ്യാസ ഉവാച രാജൻ സംസാരമൂലം ഹി ത്രിവിധം പരികീർത്തിതം അഹങ്കാരസ്തു സർവജ്ഞൈഃ മുനിഭിർധർമ്മനിശ്ചയേ സകതം മുനിനാ യുക്തം യോഗ്യോ ദേഹഭൃതാം കില കാരണേന വിനാ കാര്യം ന ഭവത്യേവ നിശ്ചയഃ. തപോദാനം തഥാ യജ്ഞഃ സാത്വികാൽ പ്രഭവന്തി തേ രാജസാത്വ മഹാഭാഗ താമസാത് കലഹസ്തഥാ ക്രിയാ സ്വൽപാപി രാജേന്ദ്ര നാഹങ്കാരം വിനാ ക്വചിത് ശുഭാവാപ്യശുഭാവാപി പ്രഭവത്യപി നിശ്ചയഃ. അഹങ്കാരാത് ബന്ധകാരി നാന്യോസ്തി ജഗതീതലേ ഏനേതം രചിതം വിശ്വം കഥം തദ്രഹിതം ഭവേത്. ബ്രഹ്മ രുദ്രസ്തഥാ വിഷ്ണു അഹങ്കാരയുതാസ്ത്വമീ. നാരായണ അന്യേഷാം ചൈവ കാ വാർത്ത മുനീനാം വസുധാധിപ അഹങ്കാരവൃതം വിശ്വം ഭ്രമതീതം ചരാചരം പുനർജന്മ പുനർമൃത്യോ സർവം കർമ്മവശാനുഗം. ദേവതിര്യം മനുഷ്യാണാം സംസാരേസ്മിൻ മഹീപതേ രഥാംഗവത സർവാർത്ഥം ഭ്രമണം സർവഥാ സ്മൃതം. വിഷ്ണോഃ അപ്യവതാരാണാം സംഖ്യാ ജാനാതി പുമാൻ വിദതേസ്മിൻസ്തു സംസാരേ ഉത്തമാധമയോനിഷു. നാരായണോ ഹരിഃ സാക്ഷാത് മാത്സ്യം വപുഃ ഉപാസിതഃ കമഠം സൗകരം ചൈവ നാരസിംഹം ച വാമനം യുഗേ യുഗേ ജഗന്നാഥോ വാസുദേവോ ജനാർദ്ദനഃ അവതാരാന സംഖ്യാത കരോതി വിധിയന്ത്രിതഃ. വൈവസ്വതേ മഹാരാജ സപ്തമേ ഭഗവാൻ ഹരിഃ മന്വന്തരേവതാരാൻ വൈ ചക്രേതാൻ ശൃണു തത്വത. ഭൃഗുശാപാൻ മഹാരാജ വിഷ്ണുർദേവവരഃ പ്രഭുഃ അവതാരാൻ അനേകാംസ്തു കൃതവാൻ അഖിലേശ്വരഃ. രാജോവാച സന്ദേഹോയം മഹാഭാഗ ഹൃദയേ മമ ജായതേ ഭൃഗുണാ ഭഗവാൻ വിഷ്ണു കഥം ശബ്ദഃ പിതാമഹ ഹരിണാ ച മുനേസ്തസ്യ വിപ്രിയം കിം കൃതം മുനെ യദ്രോഷാത് യദ്വേഷാത് ഭൃഗുണാ തത് ശബ്ദോ വിഷ്ണുർ ദേവേ ദേവ നമസ്കൃതഃ. വ്യാസ ഉവാച ശൃണു രാജേന്ദ്ര വക്ഷ്യാമി ഭൃഗോഃ ശാപസ്യ കാരണം പുരാ കശ്യപദായാതോ ഹിരണ്യകശിപുർ നൃപഃ യഥാ തഥാ സുരൈഃ സാർദ്ധം കൃതം സഖ്യം സംഖ്യം പരസ്പരം കൃതേ സംഖ്യേ ജഗത്സർവം വ്യാകുലം സമജായത. ഹതേ തസ്മിൻ നൃപേ രാജ പ്രഹ്ലാദഃ സമജായത. ദേവാൻ സ പീഡയാമാസ പ്രഹ്ലാദഃ ശത്രുകർഷണഃ. സംഗ്രാമോഖ്യഭവദ്ഘോര ശക്രപ്രഹ്ലാദയോസ്തത പൂർണ്ണം വർഷശതം രാജൻ ലോകവിസ്മയകാരകം. ദൈവൈർയുദ്ധം കൃതം ച ഉഗ്ര പ്രഹ്ലാദസ്തു പരാജിത നിർവേദം പരമം പ്രാപ്തോ ജ്ഞാത്വാ ധർമ്മം സനാതനം. വീരോചനസുതം രാജ്യേ പ്രതിഷ്ഠാപി ബലിം നൃപ ജഗാമ സ തപസ്തപ്തും പർവ്വതേ ഗന്ധമാദനെ. പ്രാപ്യ രാജ്യം ബലിഃ ശ്രീമാൻ സുരൈഃ വീരം ചകാരഃ തഥാ പരസ്പരം യുദ്ധം ജാതം പരമദാരുണം. തഥാ സുരേർജിതാ ദൈത്യ ഇന്ദ്രേണാമിത തേജസ വിഷ്ണുനാ ച സഹായേന രാജ്യഭ്രഷ്ടാഃ കൃതാ നൃപ. തഥാ പരാജിതാ ദൈത്യാഃ കാവ്യസ്യ ശരണം ഗതാഃ കിം ത്വം ന കുരുഷേ ബ്രഹ്മൻ സാഹായ്യം ന പ്രതാപവാൻ. സ്ഥാതും ന ശക്നുമോക്യത്ര പ്രവിശാമോ രസാതലം യദി ത്വം ന സഹായോസി ത്രാതും മന്ത്രവിദുത്തമ. വ്യാസ ഉവാച ഇത്യുക്തഃ സോബ്രവീത് ദൈത്യാൻ കാവ്യ കാരുണികോ മുനിഃ മാഭീഷ്ട ധാരയിഷ്യാമി തേജസാ സ്വേനവോ സുരാഃ. മന്ത്രൈഃ തദൗഷധീഭിശ്ച സാഹായ്യം വഹ സദൈവ ഹി കരിഷ്യാമി കൃതോത്സാഹ ഭവന്തു വിഗതജ്വരാഃ. വ്യാസ ഉവാച തതസ്തേ നിർഭയാ ജാതാ ദൈത്യാഃ കാവ്യസ്യ സംശ്രയാത് ദേവൈഃ സുതസ്തു വൃത്താന്ത സർവശ്ചാരമുഖാൽ കില. തത്ര സംമന്ത്രിദേവാഃ ശക്രേണ ച പരസ്പരം മന്ത്രം ചക്രുഃ സംവിഘ്നാഃ കാവ്യമന്ത്രപ്രഭാവതഃ. യോദ്ധം ഗച്ഛാമഹേ തൂർണം യാവന്നച്യാവയന്തി വൈ പ്രസഖ്യ ഹത്വാ ശിഷ്ടാംസ്തു പാതാളം പ്രാപയാമഹേ. ദൈത്യാൻ ജഗ്മുഃ തതോ ദേവാഃ
സംവൃഷ്ടാः ശസ്ത്രപാണിയः ജഗ്മുസ്തതോ വിഷ്ണുസഹിതാം ദാനവാഹരിണോദിതാः വിദ്യമാനാസ്തു തേ ദൈത്യാः സന്ത്രസ്താ ഭയപീഡിതാः കാവ്യസ്യ ശരണം ജഗ്മു രക്ഷ രക്ഷേതി ചാബ്രുവാൻ താൻ ശുക്രഃ പീഡിതാൻ ദൃഷ്ട്വാ ദേവൈർദൈത്യാൻ മഹാബലാൻ മാഭൈഷ്ടേതി വചഃ പ്രാഹ മമൂന്ത്രവൂഷധബലാദിഭിः ബലാത് വിഭുഃ ദൃഷ്ട്വാ കാവ്യം സുരാः സർവേ ത്യക്ത്വാ താൻ പ്രയുഃ കില. ശ്രീ മഹാദേവ്യേ നമഃ. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദശമോധ്യായഃ. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. വിഷ്ണുവിൻ്റെ അവതാരത്തിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. വിളിക്കാം വിളിക്കാം. എന്നാൽ കുട്ടികൾ ഒന്ന് റെഡിയാവുമ്പോഴേക്കും ഈ ഗായത്രി സഹസ്രനാമം അവസാനത്തെ അത് സഹസ്രനാമം ജപിക്കുമ്പോൾ ലളിതാ സഹസ്രനാമല്ല എന്നാണ് പറയുക. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഈ ഗായത്രി സഹസ്രനാമമാണ് ഈ നവാഹത്തിനൊക്കെ ജപിക്കേണ്ടത് എന്ന് പറയും. പക്ഷെ അത് പണ്ട് മുതലേ ലളിതാ സഹസ്രനാമമാണ് ജപിക്കാറ്. എല്ലാ ആചാര്യന്മാരും ലളിതാ സഹസ്രനാമമാണ് ജപിക്കാറ്. അതിന് കാരണം നോക്കുന്നത് എന്താ വെച്ചാൽ അത് ഗായത്രി സഹസ്രനാമം കുറച്ചധികം ബുദ്ധിമുട്ടുമാണ്, കുറച്ചധികം വലുപ്പമുണ്ട് ഓരോ നാമവും. അപ്പോൾ എല്ലാ ദിവസവും ഗായത്രി സഹസ്രനാമം ചൊല്ലാം. ദേവി ഭാഗവത്തിലുള്ളതാണ്, ഒരധ്യായമാണത്. അത് അപ്പോൾ അതിന്ന് ഇപ്പം ആ കുട്ടികളെ വിളിച്ച് അവർ വരുമ്പോഴേക്കും ആ ഗായത്രി സഹസ്രനാമം ചൊല്ലാം. 6ാമത്തെ അധ്യായം, ദ്വാദശസ്കന്ധം. അഷ്ടമസ്കന്ധാണ്. രക്തതാം രക്തനവസ്രജം മണികളേരിയുക്താം കുമാരീമിമാം ഗായത്രീം കമലാസനാം കരതലവ്യാനകുണ്ടാംബുജാം പത്മാക്ഷീം ച വരസ്രജം ച ദധതീം ഹംസാധിരൂഢാം ഭജേ. 9ാമത്തെ ശ്ലോകം ആണിപ്പോൾ വായിച്ചത്. ദ്വാദശസ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകം ധ്യാന ശ്ലോകമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് 155ാമത്തെ ശ്ലോകം വരെ. അചിന്ത്യലക്ഷണാവ്യക്താപ്യാർദ്ധമാതൃമഹേശ്വരി അമൃതാർണവമധ്യസ്ഥാപ്യജിതാചാപരാജിത അണിമാദിഗുണാധാരാപ്യർക്കമണ്ഡല സംസ്ഥിത അജരാജാപരാധർമ്മ അക്ഷസൂത്രധരാധര അകാരാദിക്ഷരാ ഷകാരാന്താപ്യരിഷഡ്വർഗഭേദിനി പ്രതീകാശാപ്യഞ്ജനാദ്രിനിവാസിനി അതിഥിശ്ചാജപാ വിദ്യാപ്യരവിന്ദനിഭേക്ഷണ അന്തർബഹിസ്ഥിത വിദ്യാധ്വംസിനി ചാന്തരാത്മിക അജാചാജമുഖവാസാപ്യരവിന്ദനിഭാനന അർദ്ധമാത്രാർത്ഥദാനജ്ഞാപ്യരിമണ്ഡലമർദിനി അസുരഗ്നീഹ്യമാവാസ്യാപ്യലക്ഷ്മീ അന്ത്യജാർച്ചിത
ആദിലക്ഷ്മീശ്ചാദിശക്തിരാകൃതിശ്ചായതാനന ആദിത്യപദവീചാരാപ്യാദിത്യപരിസേവിത ആചാര്യാവർത്തനാചാര്യാപ്യാദിമൂർത്തിനിവാസിനി ആഗ്നേയീ ചാമരീചാദ്യ ചാരാദ്യ ചാസനസ്ഥിത ആധാരനിലയാധാരാചാകാശാന്തനിവാസിനി ആദ്യാക്ഷരസമായുക്ത ചാന്തരാകാശരൂപിണി ആദിത്യമണ്ഡലഗതാചാന്തരധ്വാന്തനാശിനി. ആ ആ ഈ ഓരോ അക്ഷരമാണ് അതിൻ്റെ മുഴുവൻ. ഇന്ദിരാ ചേഷ്ടദാ ചേഷ്ടാ ചേന്ദീവര നിഭേക്ഷണ ഇരാവതീ ചേന്ദ്രപാദ ചേന്ദ്രാണി കഥയാണ് നരനാരായണ മഹർഷിമാരുടെ കഥ. അങ്ങനെ അപ്പം നീ സുതലത്തിലേക്ക് പൊക്കോളൂ, അവിടെ എന്നെ ഭജിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ടാണ് 9-ാമത്തെ അധ്യായം സമർപ്പിച്ചത്. ഇനി 10-ാമത്തെ അധ്യായത്തിൽ ഈ നാരായണ മഹർഷിമാരെ എന്തുകൊണ്ടാണ് തപസ് വെടിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് തൽപരരായത്? അവർക്ക് കനകവും കാമിനിയൊന്നും അതിലൊന്നും അവർക്ക് മോഹമില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത്ര ഈ ക്രോധം അവർക്ക് ബാധിക്കണതെന്നാണ്. അപ്പോൾ കാമത്തേക്കാൾ അധികം ദോഷമുള്ളതാണ് ക്രോധം എന്നുള്ളതാണ്. കാമം ദഹന്തി കൃതിനോ എന്നൊരു രോഷദൃഷ്ട്യ രോഷം ദഹന്ത മുതത്തെ എന്ന് ദഹന്തി അസഖ്യം എന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയണത്. കാമത്തെ രോഷം കൊണ്ട് അടക്കാം, പക്ഷേ രോഷത്തെ ഒരിക്കലും അടക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പം രോഷമാണ് ഏറ്റവും അധികം നമ്മളെ നശിപ്പിക്കുന്നത്. ആ രോഷത്തിന് അടിമയായിട്ടാണ് അവർ ഈ 100 ദിവ്യ സംവത്സരം യുദ്ധം ചെയ്തത്. ദുഃഖം മാത്രമേ യുദ്ധം കൊണ്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ക്രോധം കൊണ്ടാണ് അവർ ചെയ്തത് എന്ന് പ്രത്യേകം അടുത്ത അധ്യായത്തിൽ സൂചിപ്പിക്കണു. ആ അഹങ്കാരവും ക്രോധവും, അഹങ്കാരം പ്രത്യേകിച്ച് 3 തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തെക്കുറിച്ചും പറയണു. ഈ ഇപ്പോൾ കുറച്ച് അധ്യായങ്ങളായിട്ട് ഈ അഹങ്കാരവും ക്രോധവുമാണ് വിഷയം മുഴുവൻ. ആ ഇതിൽ അഹങ്കാരം 3 തരമാണെന്ന് പറഞ്ഞ് സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഓരോന്നും ചെറുതായിട്ട് സൂചിപ്പിക്കണു. ഈ 7-ാമത്തെ മന്വന്തരത്തിൽ എന്നെ അഹങ്കാരം നിമിത്തം ഭഗവാൻ അനവധി അവതാരം എടുത്തിട്ടുണ്ട് വിഷ്ണു ഭഗവാൻ. അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ കഥകളുണ്ട് എന്ന് പറഞ്ഞിട്ട് 33-ാമത്തെ ശ്ലോകം മുതൽ ആ കഥകൾ ഭഗവാന്റെ അഹങ്കാരം നിമിത്തം ഭഗവാൻ അവതാരം എടുത്ത കഥകൾ ചിലതൊക്കെ ഒന്ന് സൂചിപ്പിക്കണം അടുത്ത അധ്യായത്തിൽ. മഹാദേവ്യേ നമഃ. ദശമോധ്യായ ജന്മേ ജവാച സന്ദേഹോയം മഹാനത്ര പാരാശര്യകഥാനകേ നരനാരായണോ ശാന്തോ വൈഷ്ണവാംശോ തപോധനോ തീർത്ഥാശ്രമോ സത്വയുക്തോ വന്യാശനപരോ സദാ ധർമ്മപുത്രോ മഹാത്മാനോ താപസോ സത്യസംസ്ഥിതോ കഥമോ രാഗസമായുക്തോ ജാതോ യുദ്ധേ പരസ്പരം സംഗ്രാമം ചക്രതോ കസ്മാത് ത്യക്ത്വാ തപമനുത്തമം പ്രഹ്ലാദേന സമം പൂർണ്ണം ദിവ്യവർഷശതം കില ഹിത്വാ ശാന്തി സുഖം യുദ്ധം കൃതവന്തോ കഥം മുനി കഥം തൗ ചക്രതുർയുദ്ധം പ്രഹ്ലാദേന സമം മുനി കഥയസ്വ മഹാഭാഗ കാരണം വിഗ്രഹസ്യ വൈ കാമിനീ കനകം കാര്യം കാരണം വിഗ്രഹസ്യ വൈ യുദ്ധബുദ്ധി കഥം ജാത തയോശ്ച തദ്വിരക്തയോഃ തഥാവിധം തപസ്തപ്തം താഭ്യാം ചക്രേന ഹേതുന മോഹനാർത്ഥം സുഖഭോഗാർത്ഥം സ്വർഗാർത്ഥം വാ പരന്തപ കൃതമത്യൽക്കടം താഭ്യാം തപഃ സർവഫലപ്രദം മുനിഭ്യാം ശാന്തചിത്താഭ്യാം പ്രാപ്തം കിം ഫലമത്ഭുതം തപസാ പീഡിതോ ദേഹ സംഗ്രാമേണ പുനഃ പുനഃ ദിവ്യവർഷശതം പൂർണ്ണം ശ്രമേണ പരിപീഡിതോ ന രാജ്യാർത്ഥേ ധനേവാപി ന ദാരേഷു ഗൃഹേഷു ച കിമർത്ഥം തു കൃതം യുദ്ധം താഭ്യാം തേന മഹാത്മന നിരീഹ പുരുഷ കസ്മാത് പ്രകുര്യാത് യുദ്ധമീദൃശം ദുഃഖദം സർവദാ ദേഹേ ജാനൻ ധർമ്മം സനാതനം സുബുദ്ധി സുഖദാനീഹ കർമാണി കുരുതേ സദാ ന ദുഃഖദാനി ധർമ്മജ്ഞ
സ്ഥിതിരേഷ സനാതനി ധർമ്മപുത്രോ നരേരംശൗ സർവജ്ഞോ സർവഭൂഷിതൗ നാരായണ കൃതവന്തൗ കഥം യുദ്ധം ദുഃഖം ധർമ്മവിനാശകം ത്യക്ത്വാ തഥാ സമാധീതം സുഖാരാമം മഹൽഫലം സയുഗം ദാരുണം കൃഷ്ണ ദൈവമൂർഖോപി വാഞ്ചതി ശ്രുതോ മയാ യയാദിസ്തു ശതഃ സ്വർഗാൻ മഹീപതിഃ അഹങ്കാരഭവാൽ പാപാത് പാതിതഃ പൃഥ്വീതലേ യജ്ഞകൃദ്ദാനകർത്താ ച ധാർമ്മികഃ പൃഥ്വീപതിഃ ശബ്ദോച്ചാരണമാത്രേണ പാതിതോ വ്രജപാണിന അഹങ്കാരമൃതേ യുദ്ധം ന ഭാവത്യേവ നിശ്ചയഃ കിം ഫലം ചാസ്യ യുദ്ധസ്യ മുനേഃ പുണ്യവിനാശനം വ്യാസ ഉവാച രാജൻ സംസാരം മൂലം ഹി ത്രിവിധം പരികീർത്തിതം അഹങ്കാരസ്തു സർവജ്ഞൈഃ മുനിഭിർധർമ്മനിശ്ചയേ സകഥം മുനിനാ യുക്തം യോഗ്യോ ദേഹഭൃതാം കില കാരണേന വിനാ കാര്യം ന ഭവത്യേവ നിശ്ചയഃ തപോദാനം തഥാ യജ്ഞഃ സാത്വികാൽ പ്രഭവന്തി തേ രാജസാത്വ മഹാഭാഗ താമസാത് കലഹസ്തഥാ ക്രിയാ സ്വൽപാപി രാജേന്ദ്ര നാഹങ്കാരം വിനാ ക്വചിത് ശുഭാവാപ്യശുഭാവാപി പ്രഭവത്യപി നിശ്ചയഃ അഹങ്കാരാത് ബന്ധകാരി നാന്യോസ്തി ജഗതീ തലേ ഏനേതം രചിതം വിശ്വം കഥം തദ്രഹിതം ഭവേത് ബ്രഹ്മ രുദ്രസ്തഥാ വിഷ്ണു അഹങ്കാരയുതാസ്ത്വമീ നാരായണ അന്യേഷാം ചൈവ കാ വാർത്ത മുനീനാം വസുധാധിപ അഹങ്കാരവൃതം വിശ്വം ഭ്രമതീതം ചരാചരം പുനർജന്മ പുനർമൃത്യോ സർവം കർമ്മവശാനുഗം ദേവതിര്യം മനുഷ്യാണാം സംസാരേസ്മിൻ മഹീപതേ രഥാംഗവത സർവാർത്ഥം ഭ്രമണം സർവഥാ സ്മൃതം വിഷ്ണോ അപ്യവതാരാണ സംഖ്യ ജാനാതി കഃ പുമാൻ വിദതേസ്മിൻസ്തു സംസാരേ ഉത്തമാധമയോനിഷു നാരായണോ ഹരിഃ സാക്ഷാത് മാത്സ്യം വപുഃ ഉപാസിതഃ കമഠം സൗകരം ചൈവ നാരസിംഹം ച വാമനം യുഗേ യുഗേ ജഗന്നാഥോ വാസുദേവോ ജനാർദ്ദനഃ അവതാരാന സംഖ്യാത കരോതി വിധിയന്ത്രിതഃ വൈവസ്വതേ മഹാരാജ സപ്തമേ ഭഗവാൻ ഹരിഃ മന്വന്തരേവതാരാൻ വൈ ചക്രേതാൻ ശൃണു തത്തത ഭൃഗുശാപാൻ മഹാരാജ വിഷ്ണുർദേവവരഃ പ്രഭുഃ അവതാരാൻ അനേകാംസ്തു കൃതവാൻ അഖിലേശ്വരഃ രാജോവാച സന്ദേഹോയം മഹാഭാഗ ഹൃദയേ മമ ജായതേ ഭൃഗുണാ ഭഗവാൻ വിഷ്ണു കഥം ശബ്ദഃ പിതാമഹ ഹരിണാ ച മുനേസ്തസ്യ വിപ്രിയം കിം കൃതം മുനെ യദ്രോഷാത് യദ്വേഷാത് ഭൃഗുണാ തത് ശബ്ദോ വിഷ്ണുർ ദേവേ ദേവ നമസ്കൃതഃ വ്യാസ ഉവാച ശൃണു രാജേന്ദ്ര വക്ഷ്യാമി ഭൃഗോഃ ശാപസ്യ കാരണം പുരാ കശ്യപദായാതോ ഹിരണ്യകശിപുർ നൃപഃ യഥാ തഥാ സുരൈഃ സാർദ്ധം കൃതം സഖ്യം സംഖ്യം പരസ്പരം കൃതേ സംഖ്യേ ജഗത്സർവം വ്യാകുലം സമജായത ഹതേ തസ്മിൻ നൃപേ രാജ പ്രഹ്ലാദഃ സമജായത ദേവാൻ സ പീഡയാമാസ പ്രഹ്ലാദഃ ശത്രുകർഷണഃ സംഗ്രാമോഖ്യഭവദ്ഘോര ശക്രപ്രഹ്ലാദയോസ്തത പൂർണ്ണം വർഷശതം രാജൻ ലോകവിസ്മയകാരകം ദൈവൈർയുദ്ധം കൃതം ച ഉഗ്ര പ്രഹ്ലാദസ്തു പരാജിത നിർവേദം പരമം പ്രാപ്തോ ജ്ഞാത്വാ ധർമ്മം സനാതനം വീരോചനസുതം രാജ്യേ പ്രതിഷ്ഠാപി ബലിം നൃപ ജഗാമ സ തപസ്തപ്തും പർവ്വതേ ഗന്ധമാദനെ പ്രാപ്യ രാജ്യം ബലിഃ ശ്രീമാൻ സുരൈഃ വീരം ചകാരഃ തഥാ പരസ്പരം യുദ്ധം ജാതം പരമദാരുണം തഥാ സുരേർജിതാ ദൈത്യ ഇന്ദ്രേണാമിത തേജസ വിഷ്ണുനാ ച സഹായേന രാജ്യഭ്രഷ്ടാഃ കൃതാ നൃപ തഥാ പരാജിതാ ദൈത്യാഃ കാവ്യസ്യ ശരണം ഗതാഃ കിം ത്വം ന കുരുഷേ ബ്രഹ്മൻ സാഹായ്യം ന പ്രതാപവാൻ സ്ഥാതും ന ശക്നുമോഖ്യത്ര പ്രവിശാമോ രസാതലം യദി ത്വം ന സഹായോസി ത്രാതും മന്ത്രവിദുത്തമ വ്യാസ ഉവാച ഇത്യുക്തഃ സോബ്രവീത് ദൈത്യാൻ കാവ്യ കാരുണികോ മുനിഃ മാഭീഷ്ട
ധാരയിഷ്യാമി തേജസാ സ്വേനവോ സുരാः മന്ത്രൈः തദൗഷധീഭിശ്ച സാഹായ്യം വഹ സദൈവ ഹി കരിഷ്യാമി കൃതോത്സാഹ ഭവന്തു വിഗതജ്വരാः വ്യാസ ഉവാച തതസ്തേ നിർഭയാ ജാതാ ദൈത്യാः കാവ്യസ്യ സംശ്രയാത് ദേവൈः സുതസ്തു വൃത്താന്ത സർവശ്ചാരമുഖാൽ കില തത്ര സംമന്ത്രിദേവാः ശക്രേണ ച പരസ്പരം മന്ത്രം ചക്രുഃ സംവിഘ്നാः കാവ്യമന്ത്രപ്രഭാവതഃ യോദ്ധം ഗച്ഛാമഹേ തൂർണം യാവന്നച്യാവയന്തി വൈ പ്രസഖ്യ ഹത്വാ ശിഷ്ടാംസ്തു പാതാളം പ്രാപയാമഹേ ദൈത്യാൻ ജഗ്മുഃ തതോ ദേവാः സംവൃഷ്ടാः ശസ്ത്രപാണയः ജഗ്മുസ്തതോ വിഷ്ണുസഹിതാം ദാനവാഹരിണോദിതാः വിദ്യമാനാസ്തു തേ ദൈത്യാः സന്ത്രസ്താ ഭയപീഡിതാः കാവ്യസ്യ ശരണം ജഗ്മു രക്ഷ രക്ഷേതി ചാബ്രുവാൻ താൻ ശുക്രഃ പീഡിതാൻ ദൃഷ്ട്വാ ദേവൈർദൈത്യാൻ മഹാബലാൻ മാഭൈഷ്ടേതി വചഃ പ്രാഹ മമൂന്ത്രവൂഷധബലാദിഭിः ബലാത് വിഭുഃ ദൃഷ്ട്വാ കാവ്യം സുരാः സർവേ ത്യക്ത്വാ താൻ പ്രയുഃ കില. ശ്രീ മഹാദേവ്യേ നമഃ. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദശമോऽധ്യായः. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. വിഷ്ണുവിൻ്റെ അവതാരത്തിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. വിളിക്കാം വിളിക്കാം. എന്നാൽ കുട്ടികൾ ഒന്ന് റെഡിയാവുമ്പോഴേക്കും ഈ ഗായത്രി സഹസ്രനാമം അവസാനത്തെ അത് സഹസ്രനാമം ജപിക്കുമ്പോൾ ലളിതാ സഹസ്രനാമല്ല എന്നാണ് പറയുക. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഈ ഗായത്രി സഹസ്രനാമമാണ് ഈ നവാഹത്തിനൊക്കെ ജപിക്കേണ്ടതെന്ന് പറയും. പക്ഷെ അത് പണ്ട് മുതലേ ലളിതാ സഹസ്രനാമമാണ് ജപിക്കാറ്. എല്ലാ ആചാര്യന്മാരും ലളിതാ സഹസ്രനാമമാണ് ജപിക്കാറ്. അതിന് കാരണം നോക്കുന്നത് എന്താ വെച്ചാൽ അത് ഗായത്രി സഹസ്രനാമം കുറച്ചധികം ബുദ്ധിമുട്ടുമാണ്, കുറച്ചധികം വലുപ്പമുണ്ട് ഓരോ നാമവും. അപ്പോൾ എല്ലാ ദിവസവും ഗായത്രി സഹസ്രനാമം ചൊല്ലാം. ദേവി ഭാഗവത്തിലുള്ളതാണ്, ഒരധ്യായമാണത്. അപ്പോൾ അതെന്നാ ഇപ്പം ആ കുട്ടികളെ വിളിച്ച് അവർ വരുമ്പോഴേക്കും ആ ഗായത്രി സഹസ്രനാമം ചൊല്ലാം. 6-ാമത്തെ അധ്യായം, ദ്വാദശസ്കന്ധം. അഷ്ടമസ്കന്ധാണ്. രക്തതാം രക്തനവസ്രജം മണികളേരിയുക്താം കുമാരീമിമാം ഗായത്രീം കമലാസനാം കരതലവ്യാനകുണ്ടാംബുജാം പത്മാക്ഷീം ച വരസ്രജം ച ദധതീം ഹംസാധിരൂഢാം ഭജേ. 9-ാമത്തെ ശ്ലോകം ആണിപ്പോൾ വായിച്ചത്. ദ്വാദശസ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം ധ്യാന ശ്ലോകമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് 155-ാമത്തെ ശ്ലോകം വരെ. അചിന്ത്യലക്ഷണാവ്യക്താപ്യാർദ്ധമാതൃമഹേശ്വരി അമൃതാർണവമധ്യസ്ഥാപ്യജിതാചാപരാജിത അണിമാദിഗുണാധാരാപ്യർക്കമണ്ഡല സംസ്ഥിത അജരാജാപരാധർമ്മ അക്ഷസൂത്രധരാധര അകാരാദിക്ഷരാ
ഷകാരാന്താപ്യരിഷഡ്വർഗഭേദിനി അഞ്ജനാദ്രി പ്രതീകാശാപ്യഞ്ജനാദ്രിനിവാസിനി അതിഥിശ്ചാജപാ വിദ്യാപ്യരവിന്ദനിഭേക്ഷണ അന്തർബഹിസ്ഥിത വിദ്യാധ്വംസിനി ചാന്തരാത്മിക അജാചാജമുഖവാസാപ്യരവിന്ദനിഭാനന അർദ്ധമാത്രാർത്ഥദാനജ്ഞാപ്യരിമണ്ഡലമർദിനി അസുരഗ്നിഹ്യമാവാസ്യാപ്യലക്ഷ്മീ അന്ത്യജാർച്ചിത ആദിലക്ഷ്മീശ്ചാദിശക്തിരാകൃതിശ്ചായതാനന ആദിത്യപദവീചാരാപ്യാദിത്യപരിസേവിത ആചാര്യാവർത്തനാചാര്യാപ്യാദിമൂർത്തിനിവാസിനി ആഗ്നേയീ ചാമരീചാദ്യ ചാരാദ്യാ ചാസനസ്ഥിത ആധാരനിലയാധാരാചാകാശാന്തനിവാസിനി ആദ്യാക്ഷരസമായുക്ത ചാന്തരാകാശരൂപിണി ആദിത്യമണ്ഡലഗതാ ചാന്തരധ്വാന്തനാശിനി. ആ ഈ ഓരോ അക്ഷരമാണ് അതിൻ്റെ മുഴുവൻ. ഇന്ദിരാ ചേഷ്ടദാ ചേഷ്ടാ ചേന്ദീവര നിഭേക്ഷണ ഇരാവതീ ചേന്ദ്രപാദാ ചേന്ദ്രാണി